അരി അരച്ചെടുത്ത് അപ്പോൾ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1.5 കപ്പ് പച്ചരി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിലെ വെള്ളം എല്ലാം മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തലേന്ന് രാത്രി നമ്മൾ അരി കുതിർത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതാ ഇത്രയും വലിപ്പത്തിലുള്ളൊരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ അരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 240 ml കപ്പിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. പച്ചരി അളന്നെടുത്തിരിക്കുന്നത് ഈ കപ്പിലാണ് കേട്ടോ. നമ്മളിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള 1/4 കപ്പ് തക്കാളിക്ക, പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ്, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ 2 നുള്ളി ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത് എണ്ണയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 1 ടീസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ വെള്ളം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ചിട്ട് അതാണ് നമ്മൾ ഇതിലോട്ട് പുരട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ എണ്ണയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ കരിയാതിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ തവിക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. മറു സൈഡ് 1 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണിത്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അവർ കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.